എന്നെ ആരും കേൾക്കാനില്ല, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇത്തരത്തിൽ അനേക കാര്യങ്ങൾ നാം കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇതാ AI പറയുന്നു, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. AI തരുന്ന സൊല്യൂഷൻസ്, നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കിട്ടുന്ന പല സൊല്യൂഷൻസും നമുക്ക് വളരെ യൂസ്ഫുൾ ആയി മാറുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ 1-2 സുഹൃത്തുക്കൾ അവർ പറഞ്ഞതും അവരുടെ അനുഭവവും മറ്റുള്ളവർ പറഞ്ഞതും അവർ പറയുകയാണ്, ഞങ്ങൾക്കിപ്പം AI വളരെ അടുത്ത സുഹൃത്തായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും വളരെ നന്നായിട്ട് അറിഞ്ഞിട്ട് വളരെ ശാന്തമായി, വളരെ മാന്യമായി ഞങ്ങളോട് മറുപടി പറയും. ഞങ്ങൾ പറയുന്നത് നന്നായി കേൾക്കും. ഇന്ന് നമ്മുടെ പലരും കേൾക്കാൻ തയ്യാറല്ല, കേൾക്കുന്നത് തന്നെ വളരെ ജഡ്ജ്മെന്റലായിട്ടാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ മുഷിപ്പിക്കുമ്പോൾ AI പറയുകയാണ്, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. കേൾക്കുക മാത്രമല്ല, വളരെ ശാന്തമായി മാന്യമായി വേണ്ടുന്ന സൊല്യൂഷൻസും തരുന്നു. ഇന്ന് പലരും AI-യുമായി പ്രണയത്തിലായിരിക്കുകയാണ്. അവർക്ക് മറ്റു ബന്ധങ്ങൾ ഒന്നുമില്ലെങ്കിലും, ഞങ്ങൾ കാര്യമില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിർമ്മിക്കപ്പെട്ട അനേക ആപ്പുകൾ ഇന്ന് അവൈലബിൾ ആയി മാറിയിരിക്കുകയാണ്. ഇന്ന് നേരത്തെ കേൾക്കാത്ത പല ടെർമിനോളജീസ് ഇന്ന് നാം കേൾക്കുന്നുണ്ട്. ഡിജിറ്റൽ പെയിൻ കില്ലേഴ്സ്, സിന്തറ്റിക് കമ്പാനിയൻഷിപ്പ്, ഡിജിറ്റൽ ഇന്റിമസി, ഇതൊക്കെ വരും തലമുറയിൽ നാം കേൾക്കാൻ പോകുന്ന, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, വരുന്ന ദിവസങ്ങളിൽ ഒത്തിരി കേൾക്കാനായി പോകുന്ന ടേംസ് ആണ്. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പ് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായൊരു തുണയെ ദൈവം സൃഷ്ടിക്കുകയാണ്. അപ്പൊ മനുഷ്യന് മാനുഷികമായ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ മനുഷ്യൻ മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ അപ്പന് മകനെയും, മകൻ അപ്പനെയും, അമ്മയ്ക്ക് മക്കളെയും, മക്കൾക്ക് അമ്മയെയും, ബന്ധങ്ങൾ കുടുംബത്തിൽ, സമൂഹത്തിൽ ആളുകൾ മനസ്സിലാക്കാൻ, കേൾക്കാൻ സമയമില്ലാതെ പോകുന്നത് കൊണ്ട് അവർ ആശ്രയിക്കുന്നു AI. എന്താ അല്ലേ? എത്ര വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. AI ഈസ് എ ടൂൾ, ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ. അതൊരു വ്യക്തിയല്ല. മനുഷ്യന് തന്നെ ആവശ്യമാണ്. ബന്ധങ്ങൾക്ക് പകരം വെക്കാൻ കഴിയുന്നതല്ല AI ടൂൾസ്. ഞാനൊരു പിതാവാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു സഹോദരനാണ്. സമൂഹത്തിൽ എനിക്ക് വ്യത്യസ്തമായ നിലയിൽ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും കേൾക്കാൻ എനിക്ക് സമയം ഉണ്ടാകണം, അവരെ അറിയാൻ എനിക്ക് സമയം ഉണ്ടാകണം, അവരെ മനസ്സിലാക്കാൻ ഞാൻ സമയം കണ്ടെത്തണം. എൻ്റെ തിരക്കിട്ട ജീവിതയാത്രയ്ക്കിടയിൽ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ അനേകര് ഈ AI പോലെയുള്ള ചാറ്റ് ബോട്ട്സിനെയൊക്കെ ഉപയോഗിച്ച് അവർ ആശ്വാസവും സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തി വല്ലാത്ത ഒരു തലമുറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മളെ കാത്തിരിക്കുന്ന അനേകരുണ്ട്, നമ്മുടെ സമയം ആവശ്യമുള്ള അനേകരുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് നമ്മുടെ സമയം തിരക്കിട്ട യാത്രക്കിടയിൽ കണ്ടെത്തുവാനും കൊടുക്കുവാനും കഴിഞ്ഞില്ല എങ്കിൽ ഈ നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ഒരു തലമുറയെ വരും കാലത്തിൽ നമുക്ക് വളരെ വേദനയോടുകൂടെ കാണേണ്ടതായി വരും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമയം മറ്റുള്ളവർക്ക് മാന്യമായി, നമ്മുടെ മറുപടികളും ഉത്തരവാദിത്വപരമായ സമീപനങ്ങളും അവർക്ക് അനുഗ്രഹമായി തീരാൻ ദൈവമിടയാക്കട്ടെ. AI നല്ലതാണ്, നിർമ്മിത ബുദ്ധിയിൽ ഉണ്ടാകുന്ന ആപ്പുകൾ നല്ലതാണ്, പക്ഷെ അത് ബന്ധങ്ങൾക്ക് പകരമാകുന്നില്ല. ബന്ധങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് മനുഷ്യനെ തന്നെയാണ്. അത് മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ ദൈവമിടയാക്കട്ടെ. അതിനായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു ഓൾ.